രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആവേശകരമായ മറ്റൊരു പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുകയാണ്. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ അമൃത വിദ്യാലയം പന്തളം, ടീം ബി വ്യാസവിദ്യാലയം കാക്കനാട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിവേകശൂന്യനായി എപ്പോഴും പാരവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാരം കൂടിയ തോണി വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ ഡാഷിൽ മുങ്ങിപ്പോകും. എന്തിൽ മുങ്ങിപ്പോകുമെന്നാണ് സുഗ്രീവൻ രാമനോട് പറയുന്നത്? എ പരാജയത്തിൽ, ബി ശോകത്തിൽ, സി പകയിൽ, ഡി നാശത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോളോ പറയ്, എന്തിലാ മുങ്ങി പോവാ? ഓപ്ഷൻ ബി ശോകത്തിൽ. ഓപ്ഷൻ ബി ശോകത്തിൽ. യോജിക്കുന്നുണ്ടോ? വേഗം പറ, യോജിക്കുന്നുണ്ടോ? സംശയമുണ്ട്, പക്ഷെ നീ അത്ര സംശയിച്ച് അവിടെ നിന്നോ. ഞാൻ ലോക്ക് ചെയ്തു ബി ശോകത്തിൽ. നമുക്ക് നോക്കാം. എന്തായാലും ഉത്തരം പറഞ്ഞത് ശരി ആണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പരാജിതനായി ആട്ടിപ്പായിക്കപ്പെട്ട സുഗ്രീവൻ വീണ്ടും അതേ ദിവസം തന്നെ യുദ്ധസന്നദ്ധനായി വന്നതു കണ്ട താര ബാലിയുടെ മുന്നിൽ ഉന്നയിക്കുന്ന ആശങ്ക എന്താണ്? എ സുഗ്രീവന് ദിവ്യായുധങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം, ബി അവന് ശക്തമായ സഹായി ഉണ്ടായിട്ടുണ്ടാവാം, സി അവൻ കെണിയൊരുക്കിയിട്ടുണ്ടാവാം, ഡി അവൻ ബാലിയെ കൊല്ലും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി അവന് ശക്തനായ സഹായം ഉണ്ടായിട്ടുണ്ടാവാം. ബി അവന് ശക്തനായ സഹായി ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ലോക്ക് ചെയ്തു. മോനൊത്തിരി സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ട്. ചെറിയൊരു സംശയം അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അങ്ങനെ വ്യാസവിദ്യാലയക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് ഏത് പർവ്വത ശിഖരത്തിൽ നിന്നാണ്? എ മലയ പർവ്വതത്തിൽ നിന്ന്, ബി വിന്ധ്യ പർവ്വതത്തിൽ നിന്ന്, സി മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന്, ഡി ഋഷ്യമൂകാചലത്തിൽ നിന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന്. ഓപ്ഷൻ സി മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ലോക്ക് ചെയ്തു. മഹേന്ദ്ര പർവ്വതം എവിടെയാണെന്നറിയോ? അത് ദക്ഷിണ ഭാരതീയ സമുദ്രത്തിനടുത്താണ്. അപ്പം താൻ ചാടുമ്പോൾ അവിടെ അതിന്റെ ശക്തി അവരിപ്പം സന്നിധിയിൽ നിൽക്കുന്ന ആ സ്ഥലത്തിന് താങ്ങാൻ കഴിയില്ല എന്ന് ഹനുമാൻ പറയുകയുണ്ടായി. അതിനുശേഷം ഹനുമാൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥലമാണ് മഹേന്ദ്ര പർവ്വതം. അവിടെയാണ് പല പ്രസിദ്ധരായ മുനിമാരും തപസ് ചെയ്യുന്നതും യാഗം ചെയ്തതും അങ്ങനെയുള്ള പുരാണങ്ങൾക്ക് ആ സ്ഥലത്തിനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക് കൂടി. കിഷ്കിന്ധാകാന്ഡത്തിന്റെ അവസാനത്തെ 4 വരിയിലാണ് അല്ലേ അധ്യാത്മരാമായണത്തിലെ: ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു, ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ആര്? എ ഋണബദ്ധനായ പുരുഷൻ, ബി യുക്തിവാദിയായ പുരുഷൻ, സി പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ, ഡി ബഹുഭാര്യനായ പുരുഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയോട് ചോദിക്കാം നമുക്ക്. ഹലോ ഹലോ. മുത്തശ്ശി, ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ്? കുട്ടികളുണ്ട്, അവർക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം, ചോദിച്ചോളൂ. ആയിക്കോട്ടെ, അവർ ചോദിച്ചോളൂ. മുത്തശ്ശി ചോദ്യം ഇതാണ്: ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ആര്? ഓപ്ഷൻ എ ഋണബന്ധനായ പുരുഷൻ, ബി യുക്തിവാദിയായ പുരുഷൻ, ചോദിച്ചിട്ടല്ലേ, സി പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ,
ഡി ബഹുഭാര്യനായ പുരുഷൻ. അതിന്റെ ഉത്തരം അതാണ്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ നമ്മൾ ലോക്ക് ചെയ്തു. ആ ആ. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. ആ, ശരി നന്ദിയുണ്ട് മുത്തശ്ശി ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന്. ശരി, ശരി. ഓക്കെ, ശരി. താങ്ക് യു. വ്യാസവിദ്യാലയത്തിന് 2 മാർക്ക് കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: തൽസഖി ജ്ഞാനിഹ നാംന സ്വയംപ്രഭ. സ്വയംപ്രഭ ആരുടെ സഖിയാണെന്നാണ് പറയുന്നത്? എ സീതയുടെ, ബി മണ്ഡോദരിയുടെ, സി ഹേമയുടെ, ഡി അയോമുഖിയുടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ഹേമയുടെ. ഓപ്ഷൻ സി ഹേമയുടെ ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തോളൂ. ഉറപ്പാണ്? ഉറപ്പാണ്. പ്ലീസ്. ഉറപ്പാണ്. ആണ്. ഓക്കെ, ലോക്ക് ചെയ്തു. ഓപ്ഷൻ സി ഹേമയുടെ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവും ഇല്ലമേ. ആരുടെ വാക്കുകൾ? എ ജഡായുവിന്റെ, ബി സമ്പാദിയുടെ, സി സുഗ്രീവന്റെ, ഡി ഖരന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി സമ്പാദിയുടെ. ബി സമ്പാദിയുടെ. ലോക്ക് ചെയ്യട്ടെ? പറയേ. ആ, lock ചെയ്തു. എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോന്ന് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ ലോക്ക് ചെയ്തു ബി സമ്പാദിയുടെ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്ന് ടീം എക്ക് ഫുൾ മാർക്കാണ് നേടിയിരിക്കുന്നത്, 6 മാർക്ക്. ഇന്നലെ 8 മാർക്ക്. അങ്ങനെ മൊത്തം 14 മാർക്ക്. ടീം ബിക്ക് ഇന്നലെ മാർക്കൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്ന് ഫുൾ മാർക്കാണ്, 6 മാർക്ക്. അങ്ങനെ ആകെ 6 മാർക്ക്. പ്രശ്നോത്തരി മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലോട്ട് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമുക്ക് പരിചയപ്പെടാം. ടീം എ അമൃതവിദ്യാലയം പന്തളം, ടീം ബി വ്യാസവിദ്യാലയം കാക്കനാട്. തുടങ്ങല്ലേ? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. മർക്കടശ്രേഷ്ഠനാം മാരുതിയന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിന. ആശയം. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ സുഗ്രീവ സഖ്യം എന്ന ഭാഗത്തിലേതാണ് പ്രസ്തുത വരികൾ. ഹനുമാനാൽ സുഗ്രീവ സന്നിധിയിൽ എത്തിപ്പെടുന്ന രാമലക്ഷ്മണന്മാരോട് സുഗ്രീവൻ വൃത്താന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ താനും മന്ത്രിമാരും പർവ്വതമുകളിൽ വസിച്ചിരുന്ന സമയത്ത് രാവണ നിശാചരൻ രാമ രാമ എന്ന് വിലപിക്കുന്ന ഒരു തരുണിയെ ആകാശമാർഗത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുകയുണ്ടായി. പർവ്വതമുകളിൽ നിൽക്കുന്ന ഞങ്ങളെ ദർശിക്കുന്ന ആ ദേവി ഉത്തരീയത്തിൽ പൊതിഞ്ഞ തൻ്റെ ആഭരണങ്ങൾ താഴേക്ക് നിക്ഷേപിക്കുന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞ് സുഗ്രീവൻ ആ ആഭരണപ്പൊതി ശ്രീരാമദേവനെ ഏൽപ്പിക്കുന്നു. ഈ ആഭരണങ്ങൾ ദർശിക്കുന്ന ശ്രീരാമദേവൻ ഇത് സീതാദേവിയുടേതാണ് എന്ന് മനസ്സിലാക്കി വിതുമ്പുന്നു. ഈ സമയം ലക്ഷ്മണനും സുഗ്രീവനും വേഗത്തിൽ തന്നെ രാവണനെ നിഗ്രഹിച്ച് ദേവിയെ തിരികെ എത്തിക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമദേവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശ്രീരാമദേവന്റെ ഖേദം അല്പം ശമിക്കുന്നു. ഈ അവസരത്തിൽ മർക്കടശ്രേഷ്ഠനായ ഹനുമാൻ അഗ്നിയെ ജ്വലിപ്പിച്ചു. ശുഭമായ ലഗ്നത്തിൽ രാഘവ സുഗ്രീവ സഖ്യം അവിടെ രൂപപ്പെടുകയാണ്. ശ്രീരാമചന്ദ്രനും സുഗ്രീവനും ഖേദം വെടിഞ്ഞ് ഇരുവരുടെയും പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ആ പർവ്വതമുകളിൽ വസിക്കുകയാണ്. ഇതാണ് ഈ വരികളുടെ ആശയം. നല്ല സംഗീതാത്മകമായിട്ട് ആദ്യം ചൊല്ലി,
അതിൻ്റെ വിവരണവും വളരെ ഭംഗിയായി ആദ്യം ഞാൻ ഇന്നലെ ചൊല്ലിയപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു പേസ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തു. ഇടയ്ക്ക് ഒരു ഇതുമില്ലാണ്ട് ഒരു തപ്പലും ഇല്ലാണ്ട് പറയാൻ പറ്റി, ചൊല്ലാൻ പറ്റി. അതിഗംഭീരം. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. തിരുമാസം 7 10 7 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ, ഈ അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നാണ് പാണിഗ്രഹണം. കൈ ചേർത്ത് താലി കെട്ടി പുടവ കൊടുത്ത് ശിരോധാര വെച്ച് മോതിരം മാറി പഞ്ചപ്രാണനെ ചേർക്കുമ്പോൾ ഈ അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ സഖ്യവും അഗ്നിസാക്ഷിയായിട്ടാണ്. അഗ്നി എന്നുള്ളതിലാണ് ലോകത്തിലെ ആദ്യത്തെ പുസ്തകം ഋഗ്വേദം ആരംഭിക്കുന്നത്. ചൂടും പ്രകാശവും. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം അഗ്നി പൂർവേഭ്യ ഋഷി വിരീഡ്യോ നൂതനൈരുത. ഡോക്ടർ APJ അബ്ദുൽ കലാം എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വരിയാണ് ഋഗ്വേദത്തിലെ ആദ്യത്തെ വരി. ആ അഗ്നി സാക്ഷിയായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിവാഹത്തിനാണെങ്കിലും ഈവൻ പാലുകാച്ചലാണെങ്കിലും ഉപനയനത്തിനാണെങ്കിലും അന്ത്യകർമ്മത്തിന് ക്രവ്യാഗ്നിയാണ്. 7ാമത്തെ അഗ്നി ഉപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത്. വലിയൊരു സ്ഥാനമാണ് സയൻറ്റിഫിക്കലി അഗ്നിക്കുള്ളത്. അത് നമ്മൾ സ്പിരിച്വലി അപ്ലൈഡ് ആയിട്ട് എടുത്തു. നല്ല രീതിയിൽ ചൊല്ലി ഞാനും 7 മാർക്ക് തരുന്നു. വിശ്വജി, ചൊല്ലലിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയുന്നു അതാണ് ഏറ്റവും നല്ല ചൊല്ലൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല സംസാരം. ഈ വാക്കുകളെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വാക്കുകൾക്ക് അതിൻ്റേതായ ഒരു അസ്തിത്വമില്ല. വാക്കുകൾ ഏതോ ഒരു സംഭവത്തിൻ്റെ എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ ഏതോ ഒരു ഒബ്ജക്റ്റിലേക്ക് ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം, താഴേക്ക് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ ആ വാക്ക് നന്നായി പറഞ്ഞു. അപ്പം താഴേക്ക് പോയൊരു ഫീൽ നമ്മുടെ മനസ്സിലുണ്ടാകാൻ കഴിയണം. ആ പിക്ചർ നമ്മുടെ പിക്ചർ ഇൻവോക്കിംഗ് വേർഡ്സ് വേണം. വളരെ നന്നായി തന്നെ ഒരുപക്ഷെ ഒരു സ്കൂൾ കുട്ടിയുടെ ലെവലിൽ നിന്ന് വളരെ അപ്പുറത്ത് നിന്ന് രീതിയിൽ തന്നെ സംസാരിച്ചു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 8 മാർക്ക് നൽകും. ടീം എ നേടിയിരിക്കുന്നത് 22 മാർക്ക്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിഞ്ഞില്ല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തതേയും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. ഇന്നലത്തെക്കാളും നന്നായി ചൊല്ലി. ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ നിന്ന് എടുത്ത ഏതാനും വരികളാണിവ. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. അതികോപത്തോടെ ബാലി യുദ്ധം ചെയ്യാൻ വന്നു. ബാലിയുടെ ശക്തിയെ എതിരിടാൻ വയ്യാതെ സുഗ്രീവൻ ചോര തുപ്പി യുദ്ധകളത്തിൽ നിന്നും ഓടി. ഇതാണ് സന്ദർഭം. എന്നിട്ട് സുഗ്രീവൻ ശ്രീരാമനോട് ഇങ്ങനെ പറയുന്നു: ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുകയായിരുന്നു അങ്ങയുടെ മനസ്സിൽ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വധാർഹിയാണെങ്കിൽ അങ്ങു തന്നെ അസ്ത്രം പ്രയോഗിച്ച് എന്നെ കൊന്നുകളഞ്ഞാലും സത്യം പ്രമാണമാണെന്നും അങ്ങ് സത്യസന്ധനാണെന്നും കരുതിയത് തെറ്റിപ്പോയി. ചൊല്ലിയത് തവണ കഴിഞ്ഞോണത്തെക്കാളും ഭംഗിയായിട്ട് ചൊല്ലി. അർത്ഥം പറഞ്ഞപ്പോൾ ലേശം ഒരു തപ്പലും ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. തിരക്കേടില്ലായിരുന്നു. കഴിഞ്ഞ ഒരു റൗണ്ടിനേക്കാളും മെച്ചപ്പെട്ട ഒരു ചൊല്ലലാണ്. ഓൾ ടുഗദർ ഓൾ ദി ബെസ്റ്റ്. അത് ഞാൻ ചൊല്ലി കേൾപ്പിക്കാം. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരത്രയും പാരം പിഴച്ചു ദയാനിധേ. എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ചൊല്ലൽ ഭംഗിയായതുകൊണ്ട് ഞാൻ 7 മാർക്ക് തരാം. ഭഗവത്ഗീതയിലെ സമുജ്വലമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. സംഘാത് സഞ്ജായതേ കാമ. എവിടെയാണോ ബന്ധമുള്ളത് അവിടെ പ്രതീക്ഷയുണ്ട്. കാമാത് ക്രോധോപിജായതേ.
ആ പ്രതീക്ഷയും ആഗ്രഹവും നിറവേറ്റിയില്ലെങ്കിൽ ദേഷ്യം വരും. ക്രോധാത് ഭവതി സമ്മോഹ, ദേഷ്യത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സമ്മോഹ സ്മൃതി വിഭ്രമ, കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ പഴയതൊക്കെ മറന്നുപോകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, പഴയത് മറന്നുപോയാൽ എ വൈസ് മാൻ വിൽ ബിക്കം ആൻ ഇഡിയറ്റ്, ഒരു ബുദ്ധിശൂന്യനാവും. ബുദ്ധിഭ്രംശാത് പ്രണശ്യതി, അയാൾ നശിച്ചു പോകും. നല്ല ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ സുഗ്രീവനും രാമനും തമ്മിൽ ഉണ്ടാക്കിയത്. അതിലെത്രയധികം മഹത്വമേറിയ റോള് ഹനുമാൻ്റെയും ഉണ്ടായിരുന്നു. അഗ്നിസാക്ഷിയായിട്ട് എല്ലാം ചെയ്തു. പക്ഷേ ആ പ്രതീക്ഷകളങ്ങ് തളർന്നപ്പോഴത്തേക്കും സുഗ്രീവൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറി. എന്നെ കൊല്ലിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്നെ കൊന്നൂടെ, എന്തിനാ എന്നെ ചതിച്ചതെന്ന് ചോദിച്ചു. ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എക്സൈറ്റഡ് ആവും. ഇത് ശരിക്കും ഭഗവത്ഗീത മാതിരിയുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രായോഗികമായിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ് പലപ്പോഴും രാമായണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ചൊല്ലി. അതൊരു ഫ്രീ ഫ്ലോ, നേരത്തെ മാതിരി തന്നെ 6 മാർക്ക്. ചൊല്ലല് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. പറയുമ്പോൾ ഈ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ, ഇപ്പം വധാഹി അല്ല വധാർഹി എന്നെങ്കിൽ ആ അവിടെ ക്ലിയറായിട്ട് രജിസ്റ്റർ ആയില്ല. അതേപോലെ കുറച്ചുകൂടെ നന്നാണ്, കുറച്ചുകൂടെ ആ ഇമോഷൻ കോഷ്യൻ്റ് കുറച്ചുകൂടെ ഒന്ന് ഇപ്പോൾ കുറേ കൂടെ പ്ലസൻ്റ് ആകാം, ആർട്ടിക്കുലേറ്റ് ചെയ്യാം, ഇമോട്ട് ചെയ്യാം. പക്ഷേ നന്നായി പറഞ്ഞു. 6 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് 19 മാർക്കാണ്. ഇനി അടുത്തത് രാമായണ രൂപകമാണ്. അതിലോട്ട് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ഘോരമാവനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാം ഭോരുഹയുഗത്തിങ്കൽ. മാതംഗവനമാണെന്നതിൽ സംശയമില്ല ജ്യേഷ്ഠ. ആ നിലയ്ക്ക് കബന്ധൻ പറഞ്ഞ ശബരിയാശ്രമം ഇത് തന്നെയായിരിക്കും. പക്ഷേ ആരെയും കാണുന്നില്ലല്ലോ ലക്ഷ്മണ. മാതംഗാമുനിയുടെ ആശ്രമവാടം ഇങ്ങനെ വിജനമായിരിക്കുമോ? മാതംഗമുനിയും ഒപ്പമുണ്ടായിരുന്ന മറ്റു ഋഷികളും തപസ് ചെയ്ത് സിദ്ധി നേടി സ്വർഗം പ്രാപിച്ചു എന്നല്ലേ കബന്ധൻ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ വൃദ്ധതാപസിയായ ശബരി മാത്രമാണുള്ളത്. അവർ ആശ്രമത്തിനുള്ളിൽ ഹോമത്തിലോ ധ്യാനത്തിലോ മുഴുകിയിരിപ്പുണ്ടാകും. വരട്ടെ. നീ ശ്രദ്ധിച്ചോ ഇവിടുത്തെ ഫലവൃക്ഷങ്ങൾ? മറ്റു വനങ്ങളിൽ ഒന്നും കാണാത്ത വൃക്ഷങ്ങളും ഫലങ്ങളുമാണെങ്ങും. അതെ ജ്യേഷ്ഠ, ഞാനും അത് ശ്രദ്ധിച്ചു. ഒടുവിൽ അങ്ങ് വന്നുവല്ലോ. ഈ സംസാര സാഗരത്തിന്റെ മറുകര കടക്കാൻ അങ്ങയുടെ ദർശനം എനിക്ക് അനിവാര്യമാണ്. അതറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങ് വന്നുവല്ലോ. വിശിഷ്ടങ്ങളാണ് ഈ വനത്തിലെ ഫലങ്ങൾ. അതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായതാണ് ഞാൻ അങ്ങേക്ക് കരുതിയിട്ടുള്ളത്. കഴിച്ചാലും കഴിച്ചാലും. ഭവതിയുടെ തപസ്സിന് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലേ? സംസാര ബന്ധങ്ങൾ വിട്ടൊഴിഞ്ഞില്ലേ? തപസ്സിന്റെ ഫലസിദ്ധി കൈവന്നില്ലേ? ദേവാ, സുദീർഘമാണ് എന്റെ തപസ്. പക്ഷേ അതിന്റെ ഫലം ഇന്നാണ് സിദ്ധിച്ചത്. അങ്ങയുടെ ദർശനം, അതാണ് എന്റെ തപസ്സിന്റെ ഫലസിദ്ധി. എന്റെ ഗുരു ശുശ്രൂഷ സഫലമായി. ഈ മനുഷ്യജന്മം അതിന്റെ ലക്ഷ്യത്തിലെത്തി. അങ്ങയുടെ ദർശനത്തിലൂടെ, അനുഗ്രഹത്തിലൂടെ ഞാനിതാ നിത്യലോകങ്ങളിലേക്ക് പ്രവേശിക്കുകയായി. ഭവതിയുടെ ഭക്തി ഭവതിയുടെ ആഭരണവും ആത്മപ്രകാശനവുമാകുന്നു.
വിചാരങ്ങൾ സഫലമാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. പ്രഭു, അങ്ങ് ചിത്രകൂടത്തിൽ എത്തിയ നാൾ ഞാൻ ശുശ്രൂഷ പരിപാലിച്ചിരുന്ന ഗുരുക്കന്മാർ കർമ്മചക്രം പൂർത്തിയാക്കി അതുല്യ ശോഭയോടെ സ്വർഗത്തിലേക്ക് മടങ്ങി. അന്ന് അവരെന്നോട് പറഞ്ഞു, അങ്ങേ ആശ്രമത്തിൽ വരും അതിഥിയായെത്തുന്ന അങ്ങയുടെ ദർശനത്താൽ എനിക്ക് അഖണ്ഡവും അദ്വിതീയവുമായ പുണ്യലോകത്തെ പ്രാപിക്കാനാകുമെന്ന്. അവരും ഇന്നിതാ സത്യമായിരിക്കുന്നു. വിശിഷ്ടമായ ആ ആചാര്യവാക്കുകൾ സഫലമാകട്ടെ. ഭവതിക്ക് പുണ്യലോകങ്ങൾ പ്രാപ്തമാകട്ടെ. അതെ പ്രഭു, ഇനി യാത്രയാണ്. ഈ പാവനാശ്രമത്തിൽ ഞാൻ പരിചരിച്ചിരുന്ന ആചാര്യന്മാരുടെ സവിധത്തിലേക്ക്. മംഗലസ്വരൂപിണിയായ ദേവി, ഏതൊരു ദിവ്യലോകത്തേക്കാണോ ഭവതി പോകാൻ ഇച്ഛിച്ചത് അവിടേക്ക് യഥാസുഖം പോവുക. ലക്ഷ്മണ, നോക്കൂ, മഹത്തുക്കളായ മുനിമാർ വസിച്ചിരുന്ന ഈ പ്രദേശത്തിന്റെ പുണ്യപുരം ജന്മം കൊണ്ടും പ്രകൃതം കൊണ്ടും വൈരികളായ മൃഗങ്ങൾ പോലും ഇവിടെ വൈരം വെടിഞ്ഞ് ഒന്നിച്ചു കൂടുന്നു. അതേ ജ്യേഷ്ഠ, സാന്നിധ്യവും സംസർഗവുമാണല്ലോ നമ്മുടെ ഉള്ളിൽ മറയുന്ന നന്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതെ ലക്ഷ്മണ, നന്മ ആരംഭിക്കുന്നത് മനസ്സിലാണ്. മനസ്സിലെ ആ നന്മയാണ് കർമ്മോന്മുഖമായി പുറത്തേക്ക് വരുന്നത്. നമുക്ക് പമ്പാ തീരത്തേക്ക് പോകാം. അതിനടുത്താണ് ഋഷ്യമൂകാചലം. വാനശ്രേഷ്ഠനായ സുഗ്രീവൻ അവിടെ വസിക്കുന്നു എന്നല്ലേ കബന്ധൻ പറഞ്ഞത്? അതേ ജ്യേഷ്ഠ, ഋക്ഷരജസിന്റെ പുത്രനായ സുഗ്രീവൻ അവിടെയുണ്ടെന്ന് തന്നെയാണ് കബന്ധൻ പറഞ്ഞത്. നമുക്ക് അവിടേക്ക് പോകാം. നമുക്ക് പരിചയപ്പെടാം. പേര് പറയൂ. നന്ദന, 10th പഠിക്കുന്നു. വ്യാസവിദ്യാലയം. അനഘ 10th പഠിക്കുന്നു. സോന 10th പഠിക്കുന്നു. അനഘ സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ വളരെ രാമായണത്തിൽ തന്നെ വളരെ ഭക്തി ദ്യോതകമായ ഒരു സന്ദർഭമാണ് ശബരിയുടെ ആ ഒരു സിറ്റുവേഷൻ. അത് നിങ്ങൾ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് ആ ഭക്തി വരത്തക്ക രീതിയിൽ രാമനും ലക്ഷ്മണനും പ്രത്യേകിച്ച് ശബരി ആയിട്ട് അഭിനയിച്ച മോളും ഒക്കെ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സാർ. ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു കഥകളി നടൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ഗോപിനാഥൻ നായരാണ്. അങ്ങേര് കഥ സ്റ്റേജിൽ കയറിയപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കീചകനാന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന കണ്ടാൽ ഒരു 5 മിനിറ്റ് മുമ്പ് ഇത്ര ഗംഭീരമായിട്ട് അഭിനയിച്ച പാർട്ടീസാന്ന് തോന്നില്ല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് എല്ലാം വേർഡ് ബൈ വേർഡ് നല്ല വ്യത്യാസം. ഈ ഓർഡിനറി നിപ്പും ആ ഇതിലായിട്ടുള്ള നിപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നന്നായിട്ടുണ്ട്. ആ ടോൺ, ബോഡി ലാംഗ്വേജ്, നോക്കുന്ന രീതി, മൈക്രോ ജസ്റ്റേഴ്സ്, അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ശബരിക്കൊക്കെ ആ ഭക്തിയും ഒരു സാത്വിക ഭാവവും ഒക്കെ നന്നായിട്ട്, രാമനും ലക്ഷ്മണനും എല്ലാം നന്നായിട്ട്. ശരി, എന്തായാലും നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സാർ. 15 out of 20. ഗോപാലകൃഷ്ണൻ സാർ. ഞാനും 15 തന്നെ തരും. അതിന് അർഹതയുണ്ട് തീർച്ചയായും. 15 out of 20. നിങ്ങൾ നേടിയിരിക്കുന്നത് 45 മാർക്കാണ്. ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ പുതിയ 2 ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി അത് ജ്വലിപ്പിക്കലാണ് ജീവിതത്തില് അസതോമാ സദ്ഗമയ. ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.